ചാമ്പ്യൻസ് ലീഗിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് അസ്റ്റൺ വില്ലയ്ക്ക് വിജയത്തുടക്കം. യൂറോപ്യൻ കപ്പ് ചാമ്പ്യൻസ് ലീഗ് ആയ ശേഷം തങ്ങളുടെ 41 വർഷത്തിന് ശേഷമുള്ള തിരിച്ചുവരവിൽ ഗംഭീരമായി തുടങ്ങാൻ അസ്റ്റൺ വില്ലയ്ക്ക് സാധിച്ചു. സിസ് ടീമായ യങ് ബോയ്സിനെയാണ് അസ്റ്റൺ വില്ല പരാജയപ്പെടുത്തിയത്. യങ് ബോയ്സിന്റെ മൈതാനത്ത് എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അസ്റ്റൺ വില്ലയുടെ വിജയം. അസ്റ്റൺ വില്ലയുടെ ആധിപത്യം കണ്ട മത്സരത്തിൽ 27-ാം മിനിറ്റിൽ യൂറി ടിയൽമാൻസ് ആണ് ആദ്യ ഗോൾ നേടിയത്. 38-ാം മിനിറ്റിൽ വാറ്റ്കിൻസിന്റെ അസിസ്റ്റിൽ ജേക്കബ്സ് റാംസി വില്ലയുടെ ലീഡ് ഇരട്ടിയാക്കി. ആദ്യ പകുതിയിൽ ഒരു തവണ കൂടി വില്ല ഗോളടിച്ചെങ്കിലും VAR ചെക്കിങ്ങിൽ ഹാൻഡിനെ തുടർന്ന് ഗോൾ നിഷേധിച്ചു. രണ്ടാം പകുതിയിൽ 86-ാം മിനിറ്റിൽ ടിയൽമാൻസിന്റെ പാസിൽ നിന്നും ബോക്സിന് പുറത്തു നിന്നുള്ള ഒരു ഷോട്ടിലൂടെ ഒനാന അസ്റ്റൺ വില്ലയുടെ 3ാം ഗോളും നേടി വിജയം പൂർത്തിയാക്കി. ചാമ്പ്യൻസ് ലീഗിൽ ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസും വിജയിച്ചാണ് തുടങ്ങിയത്. ഡച്ച് ക്ലബ് PSV ഐന്തവനെതിരെ 1-3 ഗോളുകളുടെ വിജയമാണ് യുവന്റസ് സ്വന്തമാക്കിയത്. 22-ാം മിനിറ്റിൽ മികച്ചൊരു സ്ട്രൈക്കിലൂടെ കെനാൻ ഈൽഡിസ് യുവന്റസിന് ആദ്യ ലീഡ് നൽകി. 27-ാം മിനിറ്റിൽ വെസ്റ്റൻ മെക്കനി യുവന്റസിന്റെ 2ാം ഗോളും നേടി. രണ്ടാം പകുതിയിൽ 52-ാം മിനിറ്റിൽ നിക്കോ ഗോൺസാലസ് യുവന്റസിന്റെ 3ാം ഗോളും നേടി വിജയം ഉറപ്പാക്കി. അവസാനം സൈബരി PSVക്കായി ആശ്വാസ ഗോൾ നേടി. മറ്റൊരു മത്സരത്തിൽ പോർച്ചുഗീസ് ക്ലബ് സ്പോർട്ടിംഗ് ഫ്രഞ്ച് ക്ലബ്ബായ ലില്ലയെ പരാജയപ്പെടുത്തി. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു സ്പോർട്ടിങ്ങിന്റെ വിജയം. 38-ാം മിനിറ്റിൽ വിക്ടോർ ഗോയ്ക്കർസും 65-ാം മിനിറ്റിൽ സെനോ ഡെബാസ്റ്റുമാണ് സ്പോർട്ടിങ്ങിനായി ലക്ഷ്യം കണ്ടത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.